നല്ലൊരു പ്ലാനിങ്ങോട് കൂടി നമ്മൾ തലേദിവസം കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് വലിയ ആശ്വാസമാണ്. രാത്രി കിടക്കുമ്പോൾ തന്നെ ഞാൻ വിചാരിക്കും നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്താണ്, അതിനെന്താണ് കറി ഉണ്ടാക്കേണ്ടത്, ഉച്ചക്കത്തേക്ക് ചോറിന് എന്താണ് കറി വേണ്ടത്, ഇതെല്ലാം അങ്ങ് പ്ലാൻ ചെയ്ത് വെക്കുവേ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് രാവിലെ എഴുന്നേറ്റ് വന്നു കഴിയുമ്പം ഭയങ്കര ഫ്രീ ആയിട്ട് നമുക്ക് പണിയൊക്കെ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന മല്ലിപ്പൊടി, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതെല്ലാം തീർന്നിരുന്നു. അപ്പോൾ അതിൻ്റെ പാക്കറ്റ് ഇന്നലെ രാത്രി ചെറിയൊരു മടി ആയതുകൊണ്ട് പൊട്ടിച്ച് ഒഴിച്ചില്ല കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ ആദ്യം അതാണ് ഞാൻ ചെയ്തത്. ഉപ്പൊക്കെ ഭരണി നിറച്ച് വെച്ചു, മഞ്ഞൾപ്പൊടിയൊക്കെ അതിൻ്റെ ഡിബ്ബയിലാക്കി വെച്ചു. പിന്നെ ഇന്നലെ കുറച്ച് നമ്മുടെ ഇത് വാങ്ങിച്ചിരുന്നു, മുന്തിരി, അത് ഉപ്പിലിട്ട് വെച്ചിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. പിന്നെ ഞാൻ മധുരക്കിഴങ്ങ് നട്ടിരുന്നല്ലോ, അതിൻ്റെ വളർച്ച നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാണ് കിച്ചണിൽ വരുമ്പം. അപ്പോൾ ഞാൻ ഇന്നലെ നമ്മളെ ഇഡലിക്ക് വേണ്ടിയിട്ടാണ് അരച്ച് വെച്ചിരുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഇഡലി ഉണ്ടാക്കാനായിട്ട് അങ്ങ് തട്ടിനകത്തോട്ട് കോരി ഒഴിച്ച് വെക്കുവാണെങ്കിൽ പെട്ടെന്ന് അത് അവിടെ നിന്ന് ആയിക്കോളും. ആ സമയം കൊണ്ട് തന്നെ സാമ്പാറിനുള്ള കഷ്ണങ്ങളും ചായയും ഒക്കെ ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പം ഇപ്പോൾ ക്ലാസ് ടൈം കുറച്ചും കൂടെ നേരത്തെ ആക്കിയിട്ടോ, എക്സാം ആണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 9 മണി ആകുമ്പോഴത്തേക്കും എനിക്ക് റെഡി ആകണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ 5 മണിക്ക് തന്നെ എഴുന്നേക്കൂട്ടു. 5 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫ്രഷായിട്ട് കിച്ചണിൽ വന്നിട്ടാണ് പിന്നെ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും രാത്രി ഇഡലിക്കോ ദോശയ്ക്കോ ഒക്കെ അരച്ച് വെക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഫ്രീ ആണ്. ചപ്പാത്തി ആണെങ്കിൽ പിന്നെ ആട്ട കുഴയ്ക്കണം, ചപ്പാത്തി ഉണ്ടാക്കണം എന്ന് കരുതി ഉണ്ടാക്കാതിരിക്കത്തൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഇഡലിയും ദോശയൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടെ ഒരു ഫ്രീ ആണ്. അപ്പോൾ എന്തായാലും മാവൊക്കെ അത്യാവശ്യം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഇഡലി തട്ടിനകത്തോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തു കേട്ടോ. ഗീ ആണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആട്ടോ. ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ആദ്യം തന്നെ ഇത് കോരി ഒഴിച്ചങ്ങ് വെച്ചു. പിന്നെ സാമ്പാറിന് വേണ്ടി എൻ്റെ കയ്യിൽ ഒരുപാട് കഷ്ണങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഉള്ള കഷ്ണമൊക്കെ വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. അപ്പം ഞാൻ ഇച്ചാന് കട്ടൻ ചായ വേണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഇച്ചാനിപ്പോൾ പാൽ ചായ കുടിക്കുക അങ്ങ് ഒഴിവാക്കി കേട്ടോ. ഇടയ്ക്ക് തോന്നുമ്പോൾ മാത്രം വല്ലപ്പോഴും അങ്ങനെ കുടിച്ചെങ്കിലേ ഉള്ളൂ. അല്ലെങ്കിൽ കട്ടൻ കാപ്പി, കട്ടൻ ചായ. അപ്പോൾ കാപ്പിപ്പൊടി തീർന്നിരിക്കുകയാണ്. ഇന്നലെ പറഞ്ഞു വിട്ടെങ്കിലും മറന്നു പോയിട്ടോ കാപ്പിപ്പൊടി വാങ്ങിച്ചുകൊണ്ട് വരാനായിട്ട്. പിന്നെ ഞാൻ പാൽപ്പാടയൊക്കെ ഇതുപോലെ മാറ്റിയെടുത്ത് വെക്കും. ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഞാൻ നെയ്യ് ഉരുക്കി എടുക്കുക കേട്ടോ പതിവ്. അപ്പോൾ എനിക്ക് എന്തായാലും പാൽ ചായ കുടിക്കണം. അപ്പോൾ ഇച്ചാനുള്ള കട്ടൻ ചായ മാറ്റി ഞാൻ ഉണ്ടാക്കിയ ഒരു ഗ്ലാസ്സിനകത്തോട്ട് വെച്ചു. എന്നിട്ട് പുതിന ഇല ഇട്ടിട്ടാട്ടോ ഞാൻ ചായ ഉണ്ടാക്കിയത്. നല്ല ടേസ്റ്റ് ആട്ടോ പുതിന ഇല ഇട്ടിട്ട്.